അനുമോളാട്ടോ. ഞാൻ ഇപ്പോഴും ഈ മെസ്സേജ് കാണണേ. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ഫോണിലാണ് ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടത്. അത് ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് മോളെയൊക്കെ വെച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഒരിക്കലും പറഞ്ഞ ചേട്ടൻ ചോദിച്ചോളൂ, ചേട്ടൻ ചോദിക്കൂ അനീഷിനെ തേച്ചതാണെന്നുള്ളത്. ഓക്കെ, ഞാൻ പറയാം. അനീഷിനെ തേച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ സ്റ്റാർ മാജിക് കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചന്റെയും കോംബോ. അപ്പൊ കണ്ടിട്ടുള്ളതല്ലേ? അപ്പൊ ഞാൻ കാണുന്നത് എനിക്കൊരു സഹോദര ബന്ധം വന്നു. അത് കഴിഞ്ഞിട്ട് അവൾ ഹൗസിനകത്ത് കയറിയിട്ട് ആദില നൂറിയോട് പറഞ്ഞു എനിക്ക് പുറത്തൊരു പ്രപ്പോസൽ വരുമോ, എനിക്കെന്നതിന് എനിക്ക് എല്ലാവരും ചോദിച്ചില്ലേ, പിന്നീട് അഭിപ്രായം പറഞ്ഞാൽ മതി, ഇതിനൊരു തീരുമാനം. എനിക്ക് ഒത്തിരി നാളത്തേക്ക് എനിക്ക് ഇപ്പൊ തന്നെ ഒരു സെക്കൻഡ് മതിയില്ല പറയാം. എനിക്ക് അയാൾ ഇഷ്ടമൊന്നുമല്ല. എനിക്ക് എന്റെ കാഴ്ചപ്പാടിലുള്ള ഒരാളേ അല്ല അനീഷ്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം, എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ ചിന്തിക്കാനേ പറ്റും. എല്ലാവർക്കും നമസ്കാരം. എടേ ഈ അനുമോളൊന്ന് ജീവിക്കാൻ വിടറേ, എന്തോന്നടേ ഇത്? അനീഷ് ആർമി ഒരു സൈഡില്. സത്യം പറയല്ല, അനീഷിന് ഇതിൽ ബന്ധമൊന്നുമില്ല കേട്ടോ. അനീഷിന് ഇതിൽ ബന്ധമേ ഇല്ല. ഞാനുള്ള കാര്യം പറയാം, അനീഷിന് ഇതിൽ ബന്ധമില്ല. പക്ഷെ അനീഷിന്റെ പേരും പറഞ്ഞ് കുറെ അപരാധികൾ കിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അനീഷ് നല്ലവനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം കണ്ട പെർഫെക്റ്റ് ഒന്നല്ല. പക്ഷെ ഈ കാര്യത്തിൽ അവന് ബന്ധമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, എന്തോന്നടേ കാണിക്കുന്നത്? ആ പെണ്ണിനെ കുറിച്ചിട്ട് പച്ച അപരാധം പറയുന്നുണ്ട്. സ്റ്റാർ മാജിക്കിലായിരുന്ന കാലത്ത് തങ്കച്ചനുമായിട്ടായിരുന്നു ബന്ധമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ അപരാധി മക്കൾ അപരാധം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ അതെല്ലാം മാറി ഇപ്പൊ ബിഗ് ബോസിൽ പോയതിനു ശേഷം അനീഷിനെ തേച്ചു. ഏതർത്ഥത്തിലട കിഴങ്ങ കേട്ട കിഴക്കാക്കന്മാര് അവൾ അനീഷിനെ തേച്ചത് എനിക്ക് അറിയണം. നീയൊക്കെ ഒന്ന് പറ. അതുപോലെ എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. ഇതില് ഭൂരിപക്ഷം എടുത്ത് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഇപ്പൊ എന്നെ ഇഷ്ടമില്ലാത്തവരാണോ എന്റെ വീഡിയോ കാണുന്നത്? എന്നെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യട്ടെ. എന്നെ ഇഷ്ടമുള്ള 10 പേരെങ്കിൽ 10 പേര് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ചെയ്തേക്ക്. ഇനി നമ്മളെ വിഷയത്തിലോട്ട് നേരെ വരാം. അനീഷിനെ അനുമോള് തേച്ചു. ഇതിന് മാത്രം തേക്കാൻ എന്തിരിക്കുന്നു? ഡേയ്, അനീഷ് അവളെ പ്രപ്പോസ് ചെയ്ത്, അത് നാടകമാണെന്ന് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ പിടികിട്ടിയായിരുന്നു. എന്തായാലും പ്രപ്പോസ് ചെയ്തപ്പോ അവള് നൈസായിട്ട് അവളുടെ അഭിപ്രായം പറഞ്ഞു. അവൾക്കിപ്പോ ഈ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ കല്യാണത്തിലോട്ടോ ഒന്നും താല്പര്യമില്ല. അവർക്ക് 2 വർഷം കൂടി വേണം, സെറ്റിൽ ആവാനായിട്ട് കുറച്ച് ടൈം വേണം എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എന്നാൽ അവിടെ അനീഷ് എനിക്ക് നിന്നെ ഇഷ്ടമില്ല, നീ കൊന്തനാണ്, നീ കിഴങ്ങനാണെന്നൊന്നും പടക്കനാണെന്നും തെക്കനാണെന്നും ഒന്നും പറഞ്ഞില്ല കേട്ടാ. അത് വേറൊരു കാര്യം. അത് ഉള്ള കാര്യമല്ലേ? എവിടെയെങ്കിലും അനുമോളെ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമില്ലടാ, നിന്നെ പോലത്തെ ഒരുത്തനല്ല എന്റെ കോൺസെപ്റ്റ് എന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, നൈസായിട്ട് ആ സിറ്റുവേഷൻ അവൾ അത് ഹാൻഡിൽ ചെയ്ത്. പക്ഷെ ഇപ്പൊ കുറെ അപരാധി മക്കൾ പറഞ്ഞുകൊണ്ട് വരുന്നു, അനീഷിനെ തേച്ച്, അന്ന് തങ്കച്ചനെ തേച്ച്. ഈ ഇതൊക്കെ എവിടെ നിന്നാ കുട്ടിയും പറിച്ചുകൊണ്ട് പറഞ്ഞു? ഇതിലൊരു പെണ്ണും പിള്ളേരെ വോയിസ് ഉണ്ട്. അതിനെ എനിക്കിങ്ങനെ കാണാൻ വഴി പിടിച്ച് മറ്റേ ചിക്കൻ പീസ് വലിച്ച് തിന്നണ പോലെ തിന്നാൻ തോന്നുന്നില്ല, വലിച്ചു ഊരി എടുക്കാൻ തോന്നുന്നു. ഈ അവസ്ഥയിലാണ് ആ പേട്ടക്കളവിയാതോ ഒരുത്തി കിടന്ന് കൊണാന്ന് അടിക്കുന്നത്. അനീഷ് ആർമി ആയതുകൊണ്ട് തന്നെ അന്തമായിട്ട് നിൽക്കുകയാണ്. അന്തമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി തോന്നിവാസം കാണിച്ചുകൊണ്ടാ അല്ലെങ്കിൽ തോന്നിവാസം പറഞ്ഞുകൊണ്ടാണ് അന്തമാകുന്നത്. വൃത്തികെട്ട വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാ ഇതൊക്കെ കുറ്റിയും പറിച്ചെടുത്തോണ്ട് വരുന്നതെന്നാണ് ഞാനിരുന്ന് ആലോചിക്കുന്നത്. എന്തായാലും ദുബായിലെങ്ങാണ്ട് പോയ സമയത്ത് ഏവനോ ഒരുത്തൻ ഒരു കൊണാണ്ടർ ചോദ്യം ചോദിച്ചുകൊണ്ട് എണീറ്റിരിക്കുകയാണ്. അതിന് എന്തായാലും അനുമോള് കൊടുക്കുന്ന മറുപടി ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഒരിക്കലും പറഞ്ഞ ചേട്ടൻ ചോദിച്ചോളൂ, ചേട്ടൻ ചോദിക്കൂ അനീഷിനെ തേച്ചതാണെന്നുള്ളത്. ഓക്കെ, ഞാൻ പറയാം. അനീഷിനെ തേച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ സ്റ്റാർ മാജിക് കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചന്റെയും കോംബോ. അപ്പൊ കണ്ടിട്ടുള്ളതല്ലേ? അപ്പൊ ഞാനും തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ്. പിന്നെ നമ്മുടെ അനീഷോടും തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനുമോൾ എന്ന്. പക്ഷെ ഈ ചേട്ടൻ, എനിക്കിപ്പോ മനസ്സിലായി ചേട്ടൻ എപ്പിസോഡ് നന്നായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെന്ന്. അനീഷിനാണ് എന്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷിനോട് പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ അനുമോള് അനീഷിനെ ഒരു ബ്രദറായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്തിന്? അനീഷിനെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, നീ എന്റെ പെങ്ങളൂട്ടിയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരു പെങ്ങളെ പോലെയാണ് കാണുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ ഗെയിമിന് വേണ്ടിയിട്ടും നാറിയ കളി കളിക്കാൻ വേണ്ടിയിട്ടും അവൻ അവസാനം കൊണ്ടിട്ട് വളച്ചൊടിച്ച സാധനമാണ്. അവൻ അനുമോളെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്ത്. എന്നിട്ട് ഇവന്റെ സ്നേഹം റിയൽ ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ്, ആ റീ എൻട്രി നടത്തിയ അപരാധികളെല്ലാം കൂടെ അവളെ ഒറ്റക്കിട്ട് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോ ഇവന്റെ അണ്ണാക്കി പിരിവട്ടിയിരുന്ന നമ്മൾ പ്രപ്പോസ് ചെയ്ത ഒരു പെൺകുട്ടി അവളെ റിജക്ട് ചെയ്താൽ കൂടി നമ്മൾ വീണ്ടും ചിലപ്പോൾ വളയ്ക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ കുറെ നാറികൾ അവളെ വലിച്ചു കീറുന്നത് കാണുമ്പോൾ അവക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനെങ്കിലും നിൽക്കും. എന്നാൽ ഇതുപോലത്തെ എന്തെങ്കിലും പരിപാടി അവൻ ചെയ്താൽ ഇല്ല. അവിടെ തന്നെ മനസ്സിലാക്കാം, ഒന്നാം തരം പൊറാട്ട് നാടകമാണ്. സ്ത്രീ വിരുദ്ധതയും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കയറി വരാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഇതിന്റെ അകത്ത് കയറി പറ്റിയിട്ട് വലിയ നന്മമരം ചവഞ്ഞാൻ നിൽക്കുന്നത്. നല്ല ഒന്നാം തരം ഉടായിപ്പണം. അവനെ പറ്റിയിട്ട് വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ ഇപ്പോഴും പറയിപ്പിക്കരുത്. അതുകൊണ്ട് നല്ല ഒന്നാം തരം നാടകങ്ങൾ കളിച്ചുകൊണ്ട് ഫേക്ക് ക്യാരക്ടറും കൊണ്ടാണ് അതിൻ്റെ അകത്ത് അവൻ കയറി വന്നത്. ഇനി അവന് ഞാൻ ചോദിച്ചു, മെഴുകല്ലടേ, അയ്യോ വയ്യ,
വയ്യ. ഇതിനേക്കാളും എനിക്ക് കലിയുന്ന വേറൊരു അമ്മച്ചിയുടെ സംസാരം കേട്ടപ്പോണ്. എന്തായാലും അനുമോള് ബാക്കി പറ. ഞാൻ അനീഷന് പറഞ്ഞത് എന്റെ 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ. ചേട്ടാ മുങ്ങിയോ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മുങ്ങി പോവുകയാണ്. കേൾക്കണ്ടേ? അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ, എനിക്ക് സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞു. ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് സെറ്റിൽ ആവാൻ 2.5 വർഷം വേണ്ടി വരും. അതിനു മുന്നേ പുള്ളി എണീറ്റ് പോയി. അതെന്റെ തെറ്റാണോ? തെറ്റാണോ? അത് തേപ്പാണോ? അത്രേ ഉള്ളൂ. ഒരിക്കലും അല്ല. അവൻ നല്ല 1-ാം തരം ഗെയിം ഇറക്കിയതാണ്. അത് എനിക്ക് മനസ്സിലായി. എനിക്കെന്നല്ല, കണ്ടോണ്ടിരുന്ന ആൾക്കാർക്ക് മൊത്തം മനസ്സിലായി. അവന്റെ ചീഞ്ഞ സ്വഭാവവും മനസ്സിലായി. ഇനി അവനെ ന്യായീകരിച്ച് വെളുപ്പിച്ചുകൊണ്ട് വരണ്ട, അത് വേറെ കാര്യം. ഇനി അവനെ പറഞ്ഞെന്നോ ഇനി ചാർമി ഇറങ്ങി എന്റെ നെഞ്ചത്ത് പൊങ്കാളയുടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കമന്റ് എങ്ങാണ്ട് കാണുമെങ്കിൽ മാറിയിരിക്കണമല്ലോ ഒക്കെ വിളിച്ച് പറയും. അതുകൊണ്ട് മിണ്ടായിരിക്കുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലത്. ഓക്കെ, അപ്പൊ അനീഷിനെ പ്രപ്പോസ് ചെയ്തത് അനുമോളല്ല, അനുമോളെയാണ് അനീഷ് പ്രപ്പോസ് ചെയ്തത്. അത് നൈസായിട്ട് അവളെ ഹാൻഡിൽ ചെയ്ത് സംസാരിച്ചു. 2 വർഷം അവൾക്ക് സെറ്റിൽ ആവാൻ വേണം. ഇങ്ങനെ പറഞ്ഞത് അവൻ അന്ന് മുട്ടിയുന്ന അവൻ കെട്ട് കൂടും എടുത്തോണ്ട് ആ സ്പോട്ടിൽ തന്നെ എണീറ്റ് പോയിട്ട് കുറ്റം മൊത്തം ഇവക്ക. എന്തായാലും ചോദ്യം ചോദിച്ച ചേട്ടൻ മറ്റേ കസേരയുടെ അടിയിൽ കൂടി ചെരുവി പോയെന്നാണ്. എന്തിനാടെ അണ്ണ, നിനക്കൊന്നും ഇതുവരെ പോയിട്ട് അവിടെ വെളിവില്ലാത്ത ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഇതേ ബോധമേ ഉള്ളൂ? സാമാന്യ ബോധം കാണിക്കടേ. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വീണ്ടും അനീഷ് വ്യത്യാസം ചെയ്യപ്പോ ഞാൻ ചെയ്യും മറ്റവന്റെ അമ്മച്ചിയുടെ മാവും കലവും എടുത്ത് കമത്തി കാല വാരി തറ അടിച്ച് വടിച്ച് കിണ്ടിയെടുത്തറിയണം. എന്നാ വർത്തമാനങ്ങളാ ഇതൊക്കെ. ഇനി എന്റെ അനീഷിന്റെ ഒരു അന്തമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ അന്തത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഈ അവരാത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപരാധം മാത്രമാണ്. എന്നെ അപരാധോട് ആ തള്ളച്ചി പറയുന്നത് ഇത് എവളെന്നാ പോലും എനിക്കറിയത്തില്ല. ഇത് പെട്ടെന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നതെന്നും അറിയത്തില്ല. അത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതിന് വിവരവുമില്ല, ബോധവും ഇല്ല. ഇതിന് ഭ്രാന്ത്. ഈ ഭ്രാന്ത് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ കുറച്ച് കാണുകയില്ല. ഇതിന് ഭ്രാന്ത്. പക്ഷെ അമ്മാതിരി അവരാതെന്ന് വിളിച്ച് പറയുന്നത് കേട്ടു നോക്കാം. സീരിയലിനകത്ത് വലിച്ചു കയറ്റിയിട്ട് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കണം. ആർക്ക് കാണണം ഇവിടെ മോണ്ട ഇവൾ ആ പൈസ കിട്ടുന്ന ഏതാണ്ട് ഓർത്തോണ്ടാണ് ആ ബണ്ണ് മൊത്തം വലിച്ചു പോകാരി ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് വലിയ രീതി വന്ന് വലിച്ചു കയറ്റുന്ന കണ്ടാലും ദൈവമേ നാണം കെട്ട പശുക്കളും ഈ പോത്തൊക്കെ മാറി നിൽക്കും ഇത് കണ്ടിട്ട്. എന്നിട്ട് അവൾ അവസാനം ചോദിക്കുക എനിക്ക് ഇതില്ല പോകത്തില്ലെന്ന്. ഏതാണ്ട് 1 കോടി രൂപയോളം കിട്ടി. എന്നിട്ടും ആർത്തി മാറിയില്ല. എന്നിട്ട് വാക്ക് കൊടുത്തതാ ആ നെവിനൊക്കെ അവൾ എത്ര പൈസ കൊടുത്തേക്കാന്ന്. എന്നിട്ടും അവളത് കൊടുത്തില്ല. PR കൊടുത്തിട്ടില്ല. എല്ലാം അവള് കള്ളത്തരവും വാക്ക് പാലിക്കാത്ത കുടുംബമാണ്. എന്നിട്ട് അവൾ ചിത്ര ചേച്ചിയുടെ ആ ഗോൾഡ് അത് അവര് കൊടുത്തപ്പോൾ പറയണ്ട വേണ്ട ചേച്ചി, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ യുവ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അത് സമ്മതിക്കാതെ ഇവിടെ വില കൂടുകയല്ലായിരുന്നോ? ഇവിടെ എന്നിട്ട് ഉള്ളതും കൂടി ആയിക്കോട്ടെ, നീ ഇത് മുഴുവൻ നീ അനുഭവിക്കോ, ഇതിന്റെ 100 ഇരട്ടി നിനക്ക് നഷ്ടം വരും എന്നുള്ളത് നീ മനസ്സിലാക്കണം. മറ്റുള്ളവർ ഇത് ഏത് പരട്ടച്ചയാണ് ഇവള്, എനിക്കറിയാൻ പാടില്ല. ഇവളെ ഡീറ്റെയിൽ വല്ലതുകൊണ്ട് ആരെങ്കിലും ഒന്നും എനിക്ക് അയച്ചേ. ഗ്രൂപ്പുകളിലൊക്കെ കിടന്ന് കുണക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അതിൽ നിന്ന് എടുത്ത് ചെയ്യണം. വിവിയം കണ്ട് ചെയ്തിരുന്നതെന്നാണ് എടുത്തത്. ഇതുപോലെ ഓരോരുത്തർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും വോയിസ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ ഏത് കേട്ട് സാധനമൊന്നും എനിക്കറിയാൻ പാടില്ല. എത്രയോ ഇടിയും മിന്നലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിത്തെറിച്ച് പോകുന്നു. 1-2 ഇതിൻ്റെയൊക്കെ നെഞ്ചത്തോടി വീഴുന്നില്ലല്ലേ. ചിത്ര ചേച്ചിയുടെ അടുത്തുനിന്ന് മറ്റേ മോതിരം വാങ്ങിയില്ല, മറ്റേ ഏഷ്യാനെറ്റില് സ്റ്റാർ സിംഗർ പരിപാടിയില്ലേ, അതിനാണ് ഈ അപരാധം പറയുന്നത്. അയ്യേ ഇതൊക്കെ തായും പൂവും മായുമാണ് എൻ്റെ വായിക്കകത്ത് വരുന്നത്. കോപ്പ്. അനീഷിന്റെ പൈസ അടിച്ചു മാറ്റിയിട്ട് അതുകൊണ്ട് നീ മൊത്തമായിട്ട് ജീവിക്കുമെന്നാണ്. ഇപ്പൊ ഒരു പുതിയ വിളച്ചിലും കൊണ്ട് വന്നിരിക്കുന്നു. അനീഷിനെ ഞാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ല. 2.5 വർഷം എനിക്ക് സമയം തരണമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ അന്ന് മോഹൻലാലിനോട് പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല ഞാൻ കാണുന്നത്, എനിക്കൊരു സഹോദര ബന്ധം വന്നു. അത് കഴിഞ്ഞിട്ട് അവൾ ഹൗസിനകത്ത് കയറിയിട്ട് ആദില നൂറയോട് പറഞ്ഞു എനിക്ക് പുറത്തൊരു പ്രപ്പോസൽ വരുമോ, എനിക്ക് എല്ലാവരും ചോദിച്ചില്ലേ പിന്നീട് അഭിപ്രായം പറഞ്ഞാൽ മതി ഇതിനൊരു തീരുമാനം. എനിക്ക് ഒത്തിരി നാളത്തേക്ക് എനിക്ക് ഇപ്പൊ തന്നെ ഒരു സെക്കൻഡ് മതിയില്ല പറയാം. എനിക്ക് അയാൾ ഇഷ്ടമൊന്നുമല്ല. എനിക്ക് എന്റെ കാഴ്ചപ്പാടിലുള്ള ഒരാളേ അല്ല അനീഷ്. എടി ഈ വോയിസ് ഇട്ടവളെ, എനിക്ക് നിന്റെ അടുത്ത് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അത്രയ്ക്ക് ഇതാണ് ഇളവി നിൽക്കുന്നുണ്ടെങ്കിൽ നീ പോയി അനീഷിനെ കെട്ട്, പ്രശ്നം അങ്ങ് തീരട്ടെ. നിനക്ക് അനീഷിന്റെ അടുത്ത് ഭയങ്കര സ്നേഹമല്ലേ, വടിഞ്ഞൊഴുകയല്ലേ, നീ അങ്ങോട്ട് പോയി കെട്ട്, പോയി കയറിക്കോട്. അപ്പോഴറിയാം അവൻ്റെ തന്നിക്കൊണ്ണ. അത് വിട്. എൻ്റെ പൊന്നഡാവേ, എനിക്കും ചൊറിഞ്ഞു വരുന്നു. ഈ അനീഷ് കാണിച്ച നാറിയ ഗെയിമിൽ അവൾ വിഴാതെ സേഫായിട്ട് അവൾ രക്ഷപ്പെട്ടു. അതേ ഞാൻ പറയത്തുള്ളൂ കേട്ടാ. അതുകൊണ്ട് കൂടുതൽ ഗുണം അടിക്കരുത്. എന്നിട്ട് വായത്താൾ അടിക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് എത്തും പുല്ല്. ഇഷ്ടം എനിക്ക് അതായത് അങ്ങനെ ചിന്തിക്കാനേ പറ്റിയല്ല. പിന്നെ ഇവള് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്റെ വീട്ടിൽ വന്ന് പ്രപ്പോസ് ചോദിച്ചാൽ പോലും എനിക്ക് അനീഷിനെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഇവള് അനീഷിന് പ്രേക്ഷകർ മുഴുവനും അനീഷിന്റെ കൂടെയാണ്. പിന്നെ ഇവിടെ പുറത്തൊരു മനുഷ്യനും ആവശ്യമില്ലെന്നുള്ളത് കണ്ടപ്പോൾ ഇപ്പൊ അവൾക്ക് ഈ അനീഷിനോടുള്ള ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു ശതമാനം പോലും ഇഷ്ടമില്ല. അങ്ങനെ പറയുമ്പോൾ പ്രേക്ഷക പിന്തുണ ഇവർക്ക് കിട്ടും. ഇവിടെ ഇനാഗ്രേഷന് വിളിക്കും, അല്ലെ അനീഷിനൊപ്പം വിളിക്കും. വീണ്ടും ഇവർക്ക് യൂട്യൂബേഴ്സ് കൂടും, ഫോളോവേഴ്സ് കൂടും എന്നല്ല ഓർത്ത് 2.5 വർഷം പറയുമ്പോൾ അത്രയും നാള് ഇവർക്ക് നല്ല മുൾമുനയിൽ നിൽക്കാനോ പ്രേക്ഷക പിന്തുണയോടുകൂടി.
അന്നേരം മനുഷ്യർ വിചാരിക്കും ഹനീഷുമായിട്ട് അവർക്ക് ഇഷ്ടമുണ്ടല്ലോ, അവരുടെ കല്യാണം നടക്കുമായിരിക്കും എന്ന്. എന്റെ ജനങ്ങളെ വെറുതെയാണ് ഇവളെ പോലെ പൊളഞ്ഞ ഒരു വിത്ത് വേറെ ഒരിടത്തുമില്ല. ഇവൾക്ക് അനീഷിനെ അറപ്പും വെറുപ്പുമാണ്. ഇവൾക്ക് വേണ്ടത് ഷിയാസിനെ പോലെയുള്ള എടി നിന്നെപ്പോലെ ഒരു പൊളഞ്ഞ വിത്ത് വേറെ ഇല്ല, നിന്നെപ്പോലെ ഒരു കാട്ടവരാതി വേറെ ഇല്ല. ഇതൊക്കെ ഞാൻ പറയത്തുള്ളൂ. അതിന്റെ റീസണും പറഞ്ഞുതരാം. ഈ അനുമോള് അനീഷിന് അങ്ങോട്ടോ ഇഷ്ടമാണെന്ന് പറഞ്ഞ, പിന്നെ ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് എന്തെങ്കിലും വാശിയുണ്ടോ അല്ലെങ്കിൽ നിർബന്ധമുണ്ടോ? അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രദറിനെ പോലെയാണ് കണ്ടിട്ടുള്ളതെന്ന്. ഇനി ബ്രദറിനെ പോലെ അല്ല കണ്ടത്, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളത് പറയും. അതിന്റെ ഇടയിൽ കിടന്ന് നീ കുണക്കേണ്ട ആവശ്യമില്ല. കെട്ടാണ്ടി നീ ഒരു തക്കിട്ട് ആവുന്നുണ്ട്. അതിന്റെ ഇടയിൽ കയറി ഗോളടിക്കാൻ വന്നിരിക്കുന്നു. നിനക്കും അനീഷിന് അത്രയ്ക്ക് ഇതാണ്, നീ പോയി കെട്ടടി അല്ലാണ്ട് കിടന്ന് കോരക്കണ്. ഇതിനേക്കാളും നിനക്കൊക്കെ എവിടെന്നടാ ഇതിനൊന്നും കെട്ടിയവനൊന്നും ഇല്ലേ? ഇതൊക്കെ ഏത് സാധനങ്ങൾ ഈ ഗ്രൂപ്പിൽ കിടന്ന് കുണയ്ക്കുന്നത്? ഇതൊക്കെ ഇതിനൊന്ന് കെട്ടിയവന് ചോദിക്കാനും പറയാൻ ആരുമില്ലേ? കൈയും കാലും കടിച്ചു കൊടുത്തെടുത്ത് വീട്ടിൽ ഇട്. അങ്ങനെ വീട്ടിൽ കിടക്കുന്നതായിരിക്കും, അതായിരിക്കും അവിടെ ഇരുന്ന് ഗ്രൂപ്പ് കുണയ്ക്കുന്നത്. പ്രാന്തികൾ. അല്ലാണ്ട് എന്നാ പറയാനാ ഇതിനൊക്കെ? വല്ല കടിയുണ്ടെങ്കിൽ വല്ല മുള്ളുമുറിക്കലും കൊണ്ട് തീർക്കണം. അല്ലാണ്ട് അടിച്ചുപൊളിക്കാരെയും മുടി വളർത്തിയും പെണ്ണുപിടിയനെയും ഒക്കെ ഉള്ള അടിച്ചുപൊളി ആ ഷർട്ടൊക്കെ കാണാൻ വരും. ഷിയാസിന്റെ ദരിദ്രവാസിയായി ജീവിച്ച അവനാണ്. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എങ്ങനെയാ? ഫുൾ ടൈം അവൻ സ്റ്റാർ ആയിട്ട് നടക്കുക. അങ്ങനെയുണ്ടോ മനുഷ്യര്? എന്നിട്ട് അത് മൊത്തം വന്ന് സോഷ്യൽ മീഡിയ പ്രദർശിപ്പിക്കുക. ഒരു വീഡിയോയിൽ എടുത്തുകൊണ്ട് അവനിടുന്ന ഡ്രസ്സിന്റെ പോലെ അണ്ടർവെയർ മേടിക്കാൻ പൈസ ഇല്ലാത്തവനായിരുന്നു ചിന്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള ടീമിന്റെ കൂടെ ഇവള് കറങ്ങി നടക്കുന്ന അനീഷ് പുറത്തു വരുമ്പോൾ കണ്ടതല്ലേ? കുടുംബത്തിൽ കയറ്റാൻ പറ്റുമോ ഈ സാധനത്തിനെ? അവരുടെ വീട്ടിൽ അവരെ ഒരു സെക്കൻഡ് ഇവളെ വെച്ചോണ്ടിരിക്കുമോ? ആർക്ക് വേണം ഇനി ഇവളെ? ഷിയാസ് കൊണ്ട് താമസിപ്പിക്കും. അല്ലാതെ ഇവളെ ആർക്ക് വേണം? ഒരു ഏതെങ്കിലും വൃത്തിയുള്ള കുടുംബത്തിലെ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ച പുരുഷന്മാർ ഇവളെ ഭാര്യയായിട്ട് സ്വീകരിക്കുമോ? എന്തിനാണ് ഇനി ഇവളെ സ്വീകരിച്ചിട്ട് കാര്യം? ഒരു കാര്യം ചെയ്യും, നിന്റെ തന്തയുടെ കുടുംബത്തിൽ നീ നിന്റെ തന്തയെ പിടിച്ച് കെട്ടിച്ചൂടാ. അല്ലാണ്ട് ഞാൻ എന്നാ പറയാനാ? ഒരു പെണ്ണിനെ പറ്റിയിട്ട് പച്ച അവരാതെ നീ വിളിച്ച് പറയുന്നുണ്ട്. ആ നിന്നെ പറ്റിയിട്ട് 10 പച്ച അവരാതെ ഞാൻ പറഞ്ഞൊന്നും ഒരു തെറ്റുമില്ല കേട്ടാ. നീ ഏവളായാലും എന്റെ വോയിസ് കേൾക്കുകയാണെങ്കിൽ നീ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് ഇട്. ബാക്കി നിനക്കുള്ള മറുപടി ഞാൻ അവിടെ തരാം. നിനക്ക് നാണമില്ലേടി? നീ ആരാ ഇത് പച്ച അവരാതെ വിളിച്ച് ഇങ്ങനെ ഉളുപ്പില്ലാണ്ട് പറയാൻ? സ്ത്രീകളായതുകൊണ്ട് കുറച്ചൊരു ബഹുമാനം റെസ്പെക്ട് തന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വായിന്ന് വരുന്നത് വെറും പച്ച അപരാധം. നിന്നെ പോലെ ഉള്ളതിനൊക്കെ എങ്ങനെ നിന്റെ സത്യം തെറി വരുന്നു. നിനക്ക് നാണമില്ലേ? ആ ഷിയാസിനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ രീതിയിൽ നിനക്ക് ഇതൊക്കെ വളച്ചൊടിച്ച് ഇമാതിരി അപരാധം വിളിച്ച് പറയാനായിട്ട്? നിന്നെ പോലെയുള്ള കുറെ അപരാധി മക്കളാണ് ഒരു സമയത്ത് തങ്കച്ചനെയും വെച്ച് കണക്ട് ചെയ്ത് വെറും വൃത്തിയോട് വിളിച്ച് വിളമ്പിയിട്ടുള്ള നിന്നെയൊക്കെ പോലെയുള്ള കുറെ അപരാധി മക്കള്. ഇപ്പൊ നിന്നെയൊക്കെ പോലുള്ള അപരാധി മക്കള് വന്നിട്ട് ഷിയാസിനെ വെച്ച് പറയുന്നുണ്ട്, അനീഷിനെ കുണച്ചില്ലെന്ന് പറയുന്നുണ്ട്. നിനക്ക് അത്രയ്ക്കാണ് നീ പോയി ഇരുന്നോട്. അല്ലാണ്ട് ബാക്കിയുള്ളവരെ പിടിച്ചിടാൻ നിൽക്കാണ്ട്. അപരാധി മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട്. നിന്റെ വൃത്തികെട്ട ആ സംസാരം, നീ മനുഷ്യരെ കബളിപ്പിക്കുന്ന ആ സംസാരം നിർത്തിക്കോ. നിന്നെ ഇനി അനീഷിന് ആവശ്യമില്ല കേട്ടോ. അനീഷിന് മനസ്സിലായി നീ ആരാന്നും ഒരു വാക്ക് പാലിക്കല്ലാത്തവരും കണ്ടവന്മാരുടെ എല്ലാം ഇടയിൽ കൂടി നീ വളർന്നു വന്ന് നടന്നുള്ളത് അനീഷിന് ജനങ്ങൾക്ക് മനസ്സിലായി. നീ PR വിനുവിന് വായിലോട്ടാണല്ലോ ഈ കേക്കൊക്കെ വെച്ച് കൊടുത്ത്. അവൻ എങ്ങനെ കേക്ക് എടുത്ത് നിന്റെ മാർഗത്തിന് താഴെ കൂടി ഇങ്ങനെ മുട്ടിച്ചാൽ എടുത്ത്. അപ്പോഴൊന്നും നിനക്ക് വിഷമം തോന്നിയില്ല? നിന്റെ പുറകിൽ കൂടി എത്ര പേരാണ് ഈ കിടന്ന് അങ്ങോട്ട് നിന്നെ അങ്ങ് പ്രഷർ കൊണ്ടാണല്ലോ കേക്കൊക്കെ എടുത്ത്. അപ്പോഴും നിനക്ക് വിഷയമില്ലായിരുന്നു അല്ലേ? അപ്പം നിനക്ക് അതൊക്കെ സുഖകരമായ ഒരു അവസ്ഥയാണ്. അത് അനീഷിന്റെ ഇഷ്ടപ്പെടുന്ന ജനങ്ങള് ഇതൊക്കെ ഏത് വൃത്തിയിട്ട സാധനങ്ങൾ ഇത്? ഇവളെന്താ അവരാതാ പറയുന്നത്? ഇവളെ വോയിസ് വെച്ചിട്ട് ഇവളുടെ ഭർത്താവോ കുടുംബക്കാരോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ തല്ലിക്കൊന്നെടുത്ത് വല്ല കിണറ്റിൽ കയറി. അല്ലാണ്ട് എന്നാ പറയാനാ? എന്താ അപരാധം ഇവളൊക്കെ വിളിച്ച് പറയുന്നത്? എന്താ അപരാധം ഇവള് പറയുന്നത്? വൃത്തികെട്ട സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള ഏതോ വൃത്തികെട്ട സ്ത്രീ. അത്രയും വെറും ചെറ്റ വർത്തമാനാണ് ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപരാധി മക്കള്. ഇതിനൊക്കെ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഇതിന്റെ പേരിൽ നീ വല്ല ഇടപാടുണ്ടെങ്കിൽ നീ ചെയ്യും. നിന്നെയൊക്കെ 10 പറഞ്ഞതിന്റെ പേരിൽ 2 ദിവസം അകത്ത് കിടന്നാലും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ അല്ലാണ്ട് എന്നാ പറയാനാ? അമ്മാതിരി അപരാധമല്ലേ നീ പറയുന്നത്? അപരാധി മക്കള്. ഇനി വേറൊരു വോയിസ് അനുമോള് സംസാരിക്കുന്നതും അതുമായി റിലേറ്റ് ചെയ്ത് ഒരു സ്ത്രീ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. സത്യം പറഞ്ഞാൽ കണ്ട സമയത്ത് ഞാനൊരു പുഞ്ചിരിയോടെയാണ് ആ വീഡിയോ കണ്ടു തീർത്തത്. നിങ്ങളൊന്ന് കണ്ടുനോക്ക്. അനുമോളാട്ടോ, ഞാൻ ഇപ്പോഴും ഈ മെസ്സേജ് കാണുന്നത്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഫോണിലാണ് ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടത്. അത് ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന മോളെയൊക്കെ വെച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാട്ടോ ഈ വീഡിയോ പ്രൊഫൈൽ കാണും. എന്തായാലും ഒത്തിരി സന്തോഷം. ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ഒന്ന് എനിക്ക് അയക്കാം കേട്ടോ. ഫോൺ വിളിച്ച് സംസാരിക്കാം. അയ്യോ ഞാനിപ്പോ ദുബായിലാണുള്ളത്, അബുദാബിയിൽ. അപ്പം വാട്സാപ്പിൽ സംസാരിക്കാം. ചേച്ചി എനിക്ക് നമ്പർ അയച്ചിട്ട്. എന്താ ഞാൻ പറയേണ്ടത് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഇത് സത്യമാണോ അതോ ഞാൻ സ്വപ്നം കാണുവാണോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ ഫോൺ തുറക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അനുമോൾ RS കാർത്തൂന്റെ ഒരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കിടക്കുന്നു. ഞാനത് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അന്നേരം എന്ത് ചെയ്യണം, ആരോട് പറയണം ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ വിചാരിച്ചു ഞാൻ ഇനി സ്വപ്നത്തിൽ കാണുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എനിക്ക് സന്തോഷമായി. കാരണം അനുമോള് ബിഗ് ബോസ് വിന്നറാണിപ്പോ.
പുള്ളിക്കാരി എന്നെ പോലെ ഒരു സാധാരണ ആൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടേണ്ട കാര്യം അനുമോൾക്കില്ല. കാരണം അതൊരു ഗെയിം ഷോ ആയിരുന്നു, അത് കഴിഞ്ഞു. അതിനകത്ത് കുറെ പേര് സപ്പോർട്ട് ചെയ്ത് അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഗെയിം അല്ലേ, അത് കഴിഞ്ഞല്ലോ. അത് വിചാരിച്ചിട്ട് പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ എന്നെ ഇഗ്നോർ ചെയ്തിട്ട് പോകാമായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുമോൾക്ക് വേണ്ടി ആ വീഡിയോ ചെയ്തത് എന്നെ സംബന്ധിച്ച് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഞാൻ ചെയ്ത ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അനുമോൾ എന്ന് പറയുന്ന ആള് എത്രത്തോളം റിയൽ ആണെന്നുള്ളത് എനിക്ക് ആ ഒരു മെസ്സേജും കൂടെ എനിക്ക് പേഴ്സണലി വന്നപ്പം എനിക്ക് അത്രയും ബോധ്യമായി. അനുമോൾ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും. കാരണം അനുമോൾ ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നോ അത് തന്നെയാണ് ആള് പുറത്തും. അല്ലാതെ ആൾ അവിടെ ഒരു ഗെയിം ഷോ ആണെന്ന് വിചാരിച്ചിട്ട് ഫേക്ക് ആയിട്ട് അവിടെ നിൽക്കുകയായിരുന്നില്ല. എനിക്ക് 100% അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ മനസ്സിലൊരു ഇത് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടതും. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. പക്ഷെ ഇപ്പൊ എനിക്ക് എന്താ സന്തോഷം കൊണ്ട് നമുക്ക് എനിക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. അതിനെല്ലാം കാരണമായത് നമ്മുടെ ഈ വീഡിയോ ഇത്രയും ഷെയർ ചെയ്തതും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും നമ്മളെ പോലെ എന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് ഒരേ മനസ്സുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വീഡിയോ ഒരുപാട് ആൾക്കാരിലേക്ക് റീച്ച് ആയത്. അതിനെല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ എല്ലാവരും ചോദിക്കും നീ എന്തിനാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടിയും കൂടാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്നെ പോലെ തന്നെ അനുമോളെ സ്നേഹിക്കുന്ന വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ എന്റെ കൂടെ. എന്റെ ഷോപ്പിലെ ചേച്ചിയാണ്. ഞാൻ പുള്ളിക്കാരി ഒന്ന് പരിചയപ്പെടുത്താം. അനുമോള് അഥവാ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അനുമോളെ ഒന്ന് പരിചയപ്പെടുത്തി തരണേ, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ ആളാണ് സുജി ചേച്ചി. വാ, ഇതാണ് നമ്മുടെ ചേച്ചി. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുകയാണ് അനുമോളുടെ കോൾ എപ്പോഴാണ് വരുന്നത്. ഞാൻ എന്റെ ഫോൺ താഴെ വെക്കാതെ കയ്യിൽ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അനുമോളോട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ വിശേഷങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഓക്കെ, അത്രയും സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ് അവള്. സാധാരണക്കാരായാലും ആരായാലും അവൾ അങ്ങനെയാണ്, അത് അവളുടെ ക്യാരക്ടറാണ്. ഈ ബാക്കിയുള്ള അവരാധി മക്കൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കുറെ എണ്ണം വന്നിരുന്ന് കുരയ്ക്കും, പച്ച അപരാധവും വിളിച്ച് പറഞ്ഞ്, പച്ച തെറിയും വിളിച്ച് പറഞ്ഞ്, ഇങ്ങനത്തെ വൃത്തികെട്ട വർത്തമാനങ്ങളും പറഞ്ഞ് കുറെ എണ്ണം കാണൂടെ, കുറെ എണ്ണം കാണും. അതൊന്നും നമുക്ക് നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല, നമ്മളെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. ഫെയർ അല്ല, നടക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ്. അനീഷിനെ ചതിച്ചു, അനീഷിനെ ചതിച്ചു, കാട്ടവരാധികളെ, അനീഷിനെ എവിടെ ചതിച്ചെന്നാണ് നീയൊക്കെ പറയുന്നേ? നിനക്കൊക്കെ സാമാന്യ ബോധമുണ്ടോ? നിനക്ക് എവിടെയാണ് പറഞ്ഞാൻ പോയത്? അനീഷിനെ എന്ത് ചതിച്ചെന്നാണ്? ഒരാളെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയും, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയും. അതിനിപ്പോ എന്ത്? നാളെ ഞാൻ വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം, നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയും, കോപ്പ് പറയും, പോടാന്നറി എന്ന് പറഞ്ഞിട്ട് എന്നെ മടൽ വെട്ടടി. ആ രീതിയിൽ ചിന്തിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയും, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയും. ഇതിപ്പോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായതും കൂടി ഇഷ്ടാവാത്തതും ആവതും കൂടി എല്ലാം കൂടി ആയാതെ പോകും. അതുകൊണ്ട് അപരാധങ്ങൾ കാണിക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.